നമസ്കാരം. വിവര ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇക്കിഗൈഡ് സ്റ്റേഷൻ 25 നൈറ്റ് ഷിഫ്റ്റ് രാത്രികാല ജോലി പ്രവർത്തിപ്പിക്കുമ്പോൾ എല്ലാ രാത്രികളിലും നമ്മൾ യാത്ര ചെയ്ത് അപ്രതീക്ഷിത സ്ഥലങ്ങളിലെത്തുന്നു. കണ്ണടയുമ്പോൾ നമ്മൾ അറിയാത്ത തീവണ്ടി കയറി മുമ്പ് കണ്ടിട്ടില്ലാത്ത ഇടങ്ങളിലൂടെ യാത്ര ചെയ്യുന്നു. നമ്മുടെ സ്വപ്നലോകം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമ്മൾക്കറിയില്ല. അത് മനുഷ്യ മനസ്സിന്റെ നിഗൂഢതയാണ്. പക്ഷേ ഈ രാത്രികാല ജോലി തുടങ്ങിയാൽ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും സംഭവിക്കും എന്ന് ചരിത്രം പറയുന്നു. ചിലപ്പോൾ അത് നമ്മുടെ വർത്തമാനകാലവും ഭാവിയും നിർണയിക്കുന്ന പ്രധാന ഭാഗമാവാം. സുബോധ സ്വപ്നങ്ങൾ. സുബോധ സ്വപ്നങ്ങൾ അഥവാ സ്വപ്നം എന്നറിയാവുന്ന സ്വപ്നങ്ങൾ വളരെ കാലം മനഃശാസ്ത്രത്തിലും ശരീരശാസ്ത്രത്തിലും ഞരമ്പുരോഗ വിദഗ്ധരുടെ ഇടയിലും ചർച്ചാ വിഷയമായിരുന്നു. കാരണം ഇത്തരം സ്വപ്നങ്ങൾ നമ്മൾ ഉറങ്ങുമ്പോൾ സ്വപ്നം കാണുകയാണെന്ന് നമ്മളെ അറിയിക്കുന്നു. നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത സ്വപ്നങ്ങളുടെ ലോകത്തെ ഒരു ഭാഗമാണിത്. സുബോധ സ്വപ്നങ്ങളെ പല സാക്ഷ്യങ്ങൾ വെച്ച് സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിലും ഈ പ്രതിഭാസത്തെ ശാസ്ത്രീയമായി തെളിയിച്ചത് ഏതാനും ദശകങ്ങൾക്കു മുമ്പാണ്. സുബോധ സ്വപ്നങ്ങൾ കാണുന്ന ഒരാൾക്ക് താൻ സ്വപ്നം കാണുകയാണെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ അയാൾക്ക് തന്റെ ഉപബോധ മനസ്സിന്റെ മുകളിലേക്ക് വരെ എത്തിച്ചെല്ലാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ സ്വന്തം സ്വപ്നങ്ങളിൽ ചുറ്റിത്തിരിയാമെന്നും ആ അറിവ് നമ്മളെ ഒരു തരത്തിലും ഉപദ്രവിക്കുകയില്ല എന്നും അറിയുമ്പോൾ സാധ്യതകളുടെ ഒരു ലോകമാണ് നമ്മുടെ മുന്നിൽ തുറക്കുന്നത്. അത് ആലോചിക്കാൻ കഴിയുന്നുണ്ടോ? സ്വപ്നത്തിൽ ഉണരുക. നമ്മുടെ ഇടയിൽ 20% ആളുകളും സുബോധ സ്വപ്നങ്ങൾ നിത്യേന കാണുന്നുണ്ടെങ്കിലും ഈ മസ്തിഷ്ക പ്രവർത്തനത്തെ സ്വാധീനിക്കാൻ വിദ്യകളുണ്ട്. പലപ്പോഴും ഉണർന്നിരിക്കുമ്പോൾ ലഭിക്കാത്ത ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ഇവയിലൂടെ ലഭിക്കാറുണ്ട്. സ്റ്റാൻഫോർഡ് സർവകലാശാലയിലെ ഗവേഷകൻ സ്റ്റീഫൻ ലാബർഡ് സുബോധ സ്വപ്നങ്ങളുടെ എല്ലാ വശങ്ങളെക്കുറിച്ചും പഠനം നടത്തിയിട്ടുണ്ട്. രോഗികളുടെ മേൽ പരീക്ഷണം നടത്തി അദ്ദേഹം കണ്ടുപിടിച്ചത് ഇത്തരം സ്വപ്നങ്ങൾ മനുഷ്യരുടെ പഠന പാടവം കൂട്ടുമെന്നാണ്. അതുകൊണ്ട് ഉറങ്ങുമ്പോഴും നമ്മുടെ ഇക്കിഗായെ പ്രോത്സാഹിപ്പിക്കും. സുബോധ സ്വപ്നങ്ങൾ സ്വപ്നത്തിൽ ഉണരുവാനും ജീവിതത്തിൽ ഉണരുവാനും ഒരു വഴികാട്ടി എന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ലാബർഡ് മിടുക്കിയായി മാറിയ ഒരു ഹോക്കി കളിക്കാരിയെക്കുറിച്ച് പറയുന്നുണ്ട്. ഇവർ ഇതേക്കുറിച്ച് സുബോധ സ്വപ്നങ്ങൾ കാണുമായിരുന്നു. അതുവഴി തന്റെ ഭയവും സംശയവും അവർ ഉപേക്ഷിച്ചു. സ്വപ്നങ്ങളിൽ കണ്ടത് തന്റെ സ്കേറ്റിംഗിലും പരീക്ഷിച്ച് കളി മെച്ചപ്പെടുത്തി. സ്വപ്ന സഞ്ചാരികളാവാം. ഉറക്കത്തിന്റെ ദശയിലാണ് സുബോധ സ്വപ്നങ്ങൾ സംഭവിക്കുന്നത് എന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. കാരണം അപ്പോഴാണ് ഏറ്റവുമധികം ശാരീരികവും മാനസികവുമായ പ്രവർത്തനം നടക്കുന്നത്. 2 കാര്യങ്ങളാണ് ഇതിനെ ഉത്തേജിപ്പിക്കുന്നത്. അപ്രതീക്ഷിതമോ വിചിത്രമോ ആയ ഏതെങ്കിലും സംഭവം സ്വപ്നത്തിലുണ്ടാകുന്നു. ഉദാഹരണത്തിന് ഉണർന്നിരിക്കുമ്പോൾ കാണുന്ന സാധനങ്ങളോ സ്ഥലങ്ങളോ വിചിത്രമായി സ്വപ്നത്തിൽ കാണുക. അപ്പോൾ നമ്മൾ ഉറക്കത്തിലാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാകും. നമ്മൾ സ്വപ്നം തുടരുന്നു. എന്നാൽ സ്വപ്നം കാണുകയാണെന്ന് അറിയുകയും ചെയ്യുന്നു. അതുവഴി ഉറങ്ങുന്ന മനസ്സുമായി സംവദിക്കുന്നു. പുറമെ എന്തെങ്കിലും ശബ്ദം കേട്ട് ഉണർന്നാലും വളരെ പെട്ടെന്ന് ഉറക്കത്തിലേക്ക് തിരിച്ചു പോകുന്നു. അപ്പോഴും നമ്മൾ ഉറങ്ങുകയാണ് എന്ന് നമുക്കറിയാം. കാരണം ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് ഉണർന്നതേയുള്ളൂ. സുബോധത്തിന്റെ സ്പഷ്ടത നമ്മൾ നേടുമ്പോൾ സാധ്യതകൾ അനന്തമാണ്. പ്രശ്നങ്ങളും പിരിമുറുക്കങ്ങളും നിറഞ്ഞ ഈ ലോകത്ത് ബോധമനസ്സുകൊണ്ട് നമ്മൾക്ക് എത്തിപ്പെടാൻ കഴിയാത്ത മനസ്സിന്റെ കോണുകളിൽ നമ്മൾ എത്തിച്ചേരുന്നു. ഭയമകറ്റാനും കഴിവുകൾ മെച്ചപ്പെടുത്താനും നഷ്ടപ്പെട്ട വിജ്ഞാനം വീണ്ടെടുക്കാനും തീരുമാനങ്ങളെടുത്ത് അവ നമ്മളെ എങ്ങോട്ട് നയിക്കുന്നു എന്നറിയാനും സുബോധ സ്വപ്നങ്ങൾ സഹായിക്കും. വളരെയധികം പരിശീലിച്ചിട്ടും കഠിനാധ്വാനം നടത്തിയിട്ടുമാണ് താൻ സുബോധ സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങിയത് എന്നാണ് ഊർജ്ജതന്ത്ര നോബൽ സമ്മാന ജേതാവ് റിച്ചാർഡ് പി ഫെയ്ൽമാൻ പറയുന്നത്. തന്റെ ഓർമ്മക്കുറിപ്പിൽ അദ്ദേഹം പറയുന്നത് ഉറങ്ങാൻ പോകുമ്പോൾ തന്റെ തലയിലുള്ള ആശയങ്ങളും ചിന്തകളും എന്തെല്ലാമെന്ന് ബോധ്യമുണ്ടാകുന്നതാണ് സുബോധ സ്വപ്നങ്ങളുടെ പുറകിലുള്ള രഹസ്യം എന്നാണ്. താൻ സ്വപ്നം കാണുകയാണ് എന്ന് മനസ്സിലായാൽ താൻ ഇനി എങ്ങനെ സ്വപ്നം കാണണമെന്ന് ഫെയ്ൻമാൻ നിശ്ചയിക്കുന്നു. ഇത്
തന്റെ ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾ സഹായിച്ചു എന്ന് അദ്ദേഹം പറയുന്നു. നിങ്ങൾ സ്വപ്നം കാണുമ്പോൾ ഉറങ്ങുകയാണെങ്കിലും ചിന്തിക്കുകയാണ് എന്ന് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ആ അവസരം നഷ്ടപ്പെടുത്തരുത്. നമ്മൾ ഒരു സുബോധ സ്വപ്നത്തിലാണ്. നിങ്ങളുടെ മനസ്സിന്റെ ആഴങ്ങളിൽ മറഞ്ഞുകിടക്കുന്ന അറിവിലേക്കുള്ള വാതിൽ അത് തുറന്നുതരും. ഈ വാതിലിന് പുറകിലെവിടെയോ നിങ്ങളുടെ ഇക്കിഗായിലേക്കുള്ള രഹസ്യമുണ്ട്. സുബോധ സ്വപ്നങ്ങളെ പരിപോഷിപ്പിക്കാൻ 3 വഴികൾ. ഉറങ്ങുന്നതിന് മുമ്പ് സ്വപ്നം കാണാൻ താൽപ്പര്യമുള്ള വിഷയങ്ങൾ വായിക്കുകയോ എഴുതുകയോ ചെയ്യുക. സംശയങ്ങളോ പരിഹാരം കാണാത്ത പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അത് എഴുതി വയ്ക്കുക. ഈ രാത്രികാല ജോലിയിൽ അതിന് ഉത്തരം ലഭിക്കും. അല്പം നേരത്തെ ധ്യാനം, അത് നിങ്ങളുടെ ശ്വാസത്തെ ശ്രദ്ധിച്ചു കൊണ്ടാണെങ്കിൽ പോലും ഒരു ബോധമനസ്സോടെ സ്വപ്നലോകത്തെത്താൻ നിങ്ങളെ സഹായിക്കും. കിടക്കയ്ക്കരികിൽ ഒരു നോട്ട്ബുക്ക് വയ്ക്കുക. രാവിലെ ഉണർന്ന ഉടനെ രാത്രി കണ്ട സ്വപ്നം എഴുതിയിടുക. ഇത് പതിവായി ചെയ്താൽ അവയെക്കുറിച്ച് നിങ്ങൾക്കൊരു ധാരണയുണ്ടാകും. മാത്രമല്ല, രാത്രിയിൽ അവയെ തിരിച്ചറിയാനും കഴിയും. തലേന്ന് കണ്ട സ്വപ്നം ഉറങ്ങുന്നതിന് മുമ്പ് വായിക്കുന്നതും സഹായകമാകും. താങ്ക് യു.